ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ ഗെയിമർ. ഇപ്പൊ നമ്മള് വീണ്ടും മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആകെ 2 വീഡിയോ എന്തിനും ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു ചാനൽ. അത് പിന്നെ ആ വേൾഡ് ഒക്കെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ നമ്മൾ വീണ്ടും ബെഡ് റോക്കിൽ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ആയിട്ട്. അതും ബെഡ് റോക്കില് 1 ബ്ലോക്ക്. ഇത് സാധാ 1 ബ്ലോക്ക് അല്ല, വെറൈറ്റി 1 ബ്ലോക്ക് ആണ്. കണ്ടോ, അതിന്റെ ബാക്കിൽ തന്നെ ഇപ്പൊ നോക്കിയാൽ കാണാം കുറെ 1 ബ്ലോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൊട്ട് താഴെ ഉണ്ട് ഏതോ ഒരു ഒബ്സിഡിയൻ ഉണ്ട്. അപ്പം നമുക്ക് 1 ബ്ലോക്കിലോട്ട് പോവാല്ലേ. അപ്പം നമുക്ക് പോവാം. അപ്പൊ എപ്പോഴത്തെ പോലെ നമുക്ക് ഈ 1 ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് തുടങ്ങാം. പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്ത് വീണ്ടും പൊട്ടിക്കണം. ഓ സോറി, ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ച് 1 ബ്ലോക്ക് അങ്ങ് മാറുക. എനിക്ക് തോന്നണത് ഈ 1 ബ്ലോക്ക്, അയ്യോ 9 ഗോവിന്ദ ഫസ്റ്റ് എടുത്ത. വാവ്, വണ്ടർഫുൾ. നമ്മളെ കയ്യിൽ നിന്ന് ഐറ്റംസ് പോകില്ല, അതൊട്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നണ ഈ ഡേർട്ട് 1 ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഡേർട്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയായിരിക്കും. അപ്പൊ ഓരോ ബ്ലോക്കിൽ നിന്ന് ഓരോന്നായിരിക്കും കിട്ടുന്നത്. നമുക്ക് സ്റ്റോണിലോട്ട് പോകണം ആദ്യം. ആദ്യം വുഡിലോട്ട് പോകണം, അങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് വുഡിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാം. അതിവിടെ ഒരു പ്ലാറ്റ്ഫോം ഇടാം. എന്നിട്ട് നമുക്ക് മൈൻ ചെയ്യാം. കുറച്ചധികം ഉണ്ടെങ്കിലേ മൈനിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ. പിന്നെ ഞാൻ ബെഡ് റോക്ക് പണ്ട് കളിക്കുമായിരുന്നു. പണ്ട് ഞാൻ ബെഡ് റോക്ക് കിടിലായിട്ട് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജാവയിലോട്ട് മാറിയപ്പോ ജാവയിലായി കളി ഫുള്ളും. പിന്നെ ഞാൻ ഇപ്പോഴാണ് ബെഡ് റോക്ക് കളിക്കണത്. അപ്പം ഇപ്പൊ കളിച്ചു തുടങ്ങിയപ്പോ പുതിയ കൺട്രോളൊക്കെ ആയി. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കൺട്രോൾ. പണ്ട് കളിച്ചോണ്ടിരുന്നവർക്ക് അറിയാം, പണ്ട് ഇങ്ങനത്തെ ഇന്റർഫേസ് ഒന്നും അല്ല. ഇത്രയും എന്താ ബെഡ് റോക്ക് അല്ല, മൈൻക്രാഫ്റ്റ് പണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് ജാവയ്ക്ക് വേണ്ടിയാണ്. നമ്മളിങ്ങെത്തി. ഇപ്പൊ നൈറ്റ് ആവണുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വുഡ് പൊട്ടിക്കാം പെട്ടെന്ന്. വുഡ് ഐറ്റംസിൽ പല വുഡ് കിട്ടുമല്ലേ. ചെറി, ഡാർക്ക് വുഡ്, അത് കൊള്ളാം കേട്ടാ. ഈ മാപ്പ് കൊള്ളാം. ഇന്നൊരു വെറൈറ്റി മാപ്പാണ്. ഓരോ ബ്ലോക്കിന് നമ്മൾ ഓരോ മാപ്പിന് നമ്മൾ ഓരോ ഇത് ചെയ്യണം. അത് കൊള്ളാം, എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നാം. കാരണം സാധാരണ 1 ബ്ലോക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ബ്ലോക്കിൽ തന്നെ എല്ലാം കിട്ടുള്ളൂ. അതാകുമ്പോ നമുക്ക് ബോറടിക്കും. ഇത് ബോറടി ഒന്നും ഇല്ലാതെ കില്ലായിട്ട് കളിക്കാൻ പറ്റും. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോണിന് വേണ്ടി പോവാം. പിക്കാക്സ് കുറച്ചും കൂടെ ഡേർട്ട് വേണം. അപ്പൊ ഞാൻ കുറച്ച് ഡേർട്ടും കൂടെ ഒപ്പിച്ചോട്ടെ. അപ്പൊ ഞാൻ നിന്ന് ചെയ്ത് ഒരു 64 സ്റ്റാക്ക് ഡേർട്ട് ഞാൻ ഇതിൽ ഡേർട്ട് ആയതുകൊണ്ട് ഒപ്പിക്കാൻ വലിയ പാടില്ല. ഡേർട്ട് പെട്ടെന്ന് പൊട്ടണോണ്ട് ഒപ്പിക്കാൻ ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിത് വച്ചങ്ങ് പോവാം. ഓക്കെ, ഞാൻ സ്റ്റോണിന്റെ അവിടെ എത്തി. അപ്പൊ ഈ സ്റ്റോണിന്റെ അവിടെ നിന്ന് മിക്കവാറും നമുക്ക് സ്റ്റോണിന്റെ എല്ലാ വെറൈറ്റിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഡയറൈറ്റ്, ആൻഡസൈറ്റ്, സ്റ്റോണ്. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രാവലും കിട്ടൂല്ലേ. കോപ്പർ, നമുക്കൊരു ഒരെണ്ണം കൂടെ ആണ്, ഒരു വ്യത്യാസം കൂടെ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. കാരണം ഈ 1 ബ്ലോക്കിൽ നിന്ന് വേണ്ട പുള്ളി. ഞാൻ എന്ത് ചെയ്യും, ഇത് വെട്ടിക്കളഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ഇത് കിട്ടൂല, നമുക്ക് സ്റ്റോൺ പിക്കാസ് വേണം. എന്നാലേ ഈ 1 ബ്ലോക്കിൽ നിന്ന് നമുക്ക് കണ്ട പലതും കിട്ടും. അപ്പൊ നമുക്ക് അത് മാത്രം പറ്റൂല. നമുക്ക് കോബിൾ സ്റ്റോൺ മാത്രം വേണമെങ്കിൽ ഇത് കുഴിച്ചോണ്ടിരുന്നാൽ എത്ര കോബിൾ സ്റ്റോൺ ഒന്നും വെച്ച് കിട്ടുമെന്ന് ഒരു പിടിയും കിട്ടൂല. നമുക്ക് ഫസ്റ്റ് അയം വന്നിരിപ്പുണ്ട്. ഈ ഡേർട്ടൊക്കെ മാറ്റി നമുക്ക് ഇവിടെ വലിയൊരു ബംഗ്ലാവൊക്കെ പണിയണം. അതിലോട്ടൊക്കെ പോവാം. ഇപ്പോഴേ ആശ വെച്ചിട്ട് എന്തിനാണ്. ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം അല്ലേ.
ചെസ്റ്റ് ഒരെണ്ണമൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് അയ്യോ ഇപ്പൊ ഞാൻ പോയേനെ ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് മുണ്ടാക്കാക്കിയിട്ട് താഴെ പോയാലും കൈ കാണും സാധനം, എന്നാലും ഇൻവെന്ററി ക്ലീൻ ആയിട്ട് ഈ ബട്ടൺസ് മാറിപ്പോയി. ബട്ടൺസ് മാറും. നമുക്ക് ആദ്യത്തെ അയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോള് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഒരു ടോർച്ച് ഉണ്ടാക്കി വെക്കാം. ടോർച്ച് അത്യാവശ്യമാണ്. ടോർച്ച് ഉണ്ടാക്കി ഇവിടെ വെച്ച മോബ് സ്പോണും ആവൂല, കുറച്ച് സേഫും ആയിരിക്കും. 8 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. ഒരു ടോർച്ച് ഇവിടെ ഇരിക്കും. വെട്ടം വന്നപ്പോ തന്നെ എന്തൊരു ഐശ്വര്യം. നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോണും ഗ്രാനൈറ്റ് എല്ലാം അവിടെ നിന്ന് ഒപ്പിച്ചിട്ട് സ്ലാബ് ആക്കിയിട്ട് ഇതിന്റെ അടിയിൽ വെക്കാം. അണ്ടർ സ്ലാബായിട്ട്, അതായത് താഴത്തെ സ്ലാബായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പ്ലാറ്റ്ഫോമും കിട്ടും ഓടി അടക്കാൻ. ഈ ഡേർട്ട് വൃത്തിയോട് മാറിക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സ്റ്റോൺ അവിടെ മൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ പിക്കാസ് പൊട്ടണ വരെ മൈൻ ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പിക്കാസ് പൊട്ടണവരെ നിന്ന് മൈൻ ചെയ്ത് എത്ര അയണം എത്ര കൊബിൾ സ്റ്റോണും കിട്ടിയെന്ന് വെച്ചാൽ വേണ്ട 17 അയണ്, 52 കോപ്പർ, 24 ഗ്രാനൈറ്റ്, 25 കൊബിൾ സ്റ്റോണ്, 14 ആൻഡസൈറ്റ്, 10 ഗ്രാവല്, 19 ഡയറൈറ്റ്, 7 കോൾ. ഇത്രയും കിട്ടി ഒരു പിക്കാസ് പൊട്ടണ വരെ. അപ്പൊ നമുക്ക് ഇതിന്ന് നമ്മളെ ഡയറൈറ്റും ഇതും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഏത് ഡയറൈറ്റും ആൻഡസൈറ്റും ഒക്കെ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഈ ഗ്രാവല് പിന്നെ കോപ്പർ നമുക്ക് ഒരു 25 ഇതിന്ന് നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാം. എന്നിട്ട് എവിടെ വയ്ക്കാം? ഇവിടെ നമ്മളെ ഈ അയണെല്ലാം കൂടെ കരിക്കാൻ വയ്ക്കാം. അതവിടെ നിന്ന് കരിയിട്ട് നമുക്ക് ഈ ഇപ്പൊ നമ്മളെ കയ്യിരിക്കണ ഈ ഡയറൈറ്റ് എല്ലാം കൂടെ സ്ലാബ് ആക്കാം. ഈ ഗ്രാനൈറ്റ് എല്ലാം കൂടെ സ്ലാബ് ആക്കാം. അപ്പൊ സ്മൂത്ത് സ്റ്റോണിനെ സ്ലാബ് ആക്കാൻ പറ്റൂലേ? അപ്പൊ അതാണ് നല്ലത്. കുറച്ച് വൃത്തിക്ക് കൊബിൾ സ്റ്റോൺ സ്ലാബ് ആക്കണ്ട, അത് നമുക്ക് പെട്ടിക്കകത്ത് വെച്ചേക്കാം. പുല്ല് എന്റെ കയ്യിലാണെങ്കിൽ പിക്കാസും ഇല്ല. പൊട്ടിക്ക് നമുക്ക് അടിയിൽ തുറക്കാൻ പറ്റൂല. നമ്മൾ ട്രാപ്പായടാ. ഇത് കൈ വെച്ച് പൊട്ടിച്ചാലേ പറ്റൂ. നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കി വെക്കണം. ഒരു പിക്കാസ് വേണം. ഒരു പിക്കാസ് ഉണ്ടാക്കിയിട്ട് ബാക്കി കൊബിൾ സ്റ്റോണിന്റെ സ്പെസിനകത്ത് വെച്ചേക്കാം. ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഈ സ്ലാബുകൾ വെക്കാൻ പോവാം. ഇവിടെ നിന്ന് അങ്ങ് വച്ചു പോവാം. നമുക്ക് ഇങ്ങനെ ബോട്ടം സ്ലാബ് വെച്ച് പോവാം. ബോട്ടം സ്ലാബ് വെക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ മോബ് സ്പോൺ ആവൂല. എല്ലാവർക്കും അറിയാന്ന് തോന്നണ്, എന്നാലും ഞാൻ പറഞ്ഞേ. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് വെച്ചു നമുക്ക് ഈ ഡേറ്റ് പൊട്ടിച്ചിട്ട് അവിടെ ഈ പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് കിട്ടും. ഓക്കെ, ടോർച്ച് ഇവിടെ വയ്ക്കാൻ പറ്റൂലല്ലേ? തൽക്കാലത്തേക്ക് ഒരു ടോർച്ച് വയ്ക്കാൻ. നമുക്ക് ഇങ്ങോട്ട് മാറി ഇന്ന് ഒരു ഡേർട്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് ടോർച്ച് വെക്കാം. ഇപ്പൊ ടോർച്ച് വേണം, അല്ലെങ്കിൽ പറ്റൂല. ഇവിടെ കൂടെ നമുക്കൊരു 2 ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കാം. നീളത്തിന് ഇരുന്നോട്ട്. നമുക്ക് പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നല്ല പ്രോഗ്രസ്. അയ്യോ പൊട്ടിച്ച്. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് വെച്ചു. ഒരു ഇതും കൂടെ ഉള്ളു.
ഒരെണ്ണം ഇവിടെ വയ്ക്കാം. ഞാൻ ഉണ്ടാക്കിയതല്ലേ, ആദ്യം അറിയാതെ ഉണ്ടാക്കി. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ തീം. ഈ കളർ തീമിനെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇഷ്ടം പോലെ അല്ല ഏതാണ്ട് ലാവയ്ക്കൊക്കെ കണ്ട ബ്ലോക്ക് ഉണ്ട്, ലാവ ബ്ലോക്ക് ഉണ്ട്, ഇതിന് ബ്ലോക്ക് ഉണ്ട്, ഇതിനും ബ്ലോക്ക് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഒരുപാട് പോവാറുണ്ട്. കുറച്ച് വുഡ് മൈൻ ചെയ്യണം. വുഡിന് ക്ഷാമോ, നമുക്കിനി വുഡ് കുറച്ച് മൈൻ ചെയ്യാം. ജംഗിൾ വുഡാണ്. ഓ ഞാൻ താഴെ പോയത്. ജംഗിൾ വുഡ് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ആക്സ് ഉണ്ടാക്കാം. ഞാൻ കുറച്ചു നേരം കൂടെ ഞാൻ ഈ ആക്സ് പൊട്ടണവരെ ഇരുന്ന് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. നമ്മൾക്ക് ആക്സ് പൊട്ടണവരെ ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കാം എത്ര വുഡ് കിട്ടുമെന്ന്. അപ്പൊ അതാ പോയി ഇതാവുന്നു. അപ്പൊ ആ ആക്സ് പൊട്ടണവരെ ഞാൻ ഇന്ന് മൈൻഡ് ചെയ്ത്, എന്റെ കൈ കാണുമ്പോൾ തന്നെ അറിയാലോ, ഇതറിയാതെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാണ്. ഇത്ര വുഡ് കിട്ടി. ഇനി നമുക്ക് ഈ സീരീസ് തീർന്നവരെ പോകാനുള്ള വുഡ് ഉണ്ടെന്ന് തോന്നണം. 20 ഓക്ക് 14 ഓക്ക് കിട്ടി. അത് തന്നെ ധാരാളം. ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ട് അതിനെ ലാർജ് ചെസ്റ്റ് ആക്കാം. ഇതിനെ ഒന്ന് ലാർജ് ആക്കാം. ഇനിയിപ്പോ അതിനകത്ത് സ്ഥലം കാണണം. ഓക്കെ, ഇതേപോലെ ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു, എനിക്ക് തോന്നണം ഈ ഇതല്ലേ 1 ബ്ലോക്ക്. ഓ, നമുക്ക് ഇതിന് ചുറ്റും മാത്രം നമുക്ക് ഒരു 1 by 1 ഗ്രാസ് വെച്ചിരിക്കാം. ഇത് രണ്ടും കൂടെ പൊട്ടിച്ചിട്ടാണ് ഇതിന് ചുറ്റും മാത്രം നമുക്ക് ഗ്രാസ് വെച്ചേക്കാം. ഇതുപോലത്തെ പ്ലാറ്റ്ഫോം കളർ കോമ്പിനേഷനിൽ കെട്ടാം. അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത്. കാരണമൊന്നുമില്ല, ഒരു വൃത്തി കാണുമ്പോ ഒരു വൃത്തി വേണ്ടേ. അല്ല, ഇപ്പൊ നമുക്ക് ഇത്രയും ഗ്രാസ് പൊടിച്ചിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കെട്ടാനുള്ള സാധനം നമുക്ക് അതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഞാൻ നേരത്തെ പോലെ ഈ പിക്കാസ് പൊട്ടണവരെ ഒന്ന് ഇരുന്ന് മൈൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ഈ പിക്കാസ് പൊട്ടണവരെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. പിക്കാസ് തീർന്നവരെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര കിട്ടിയെന്നല്ലോ നിങ്ങൾക്ക് ഊഹിക്കാം. അയ്യോ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റാൻ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. 38 കോബിൾ സ്റ്റോണ്, 19 ഗ്രാനൈറ്റ്, ആൻഡ്രസൈറ്റ് 19, ഗ്രാവൽ 7. നമുക്ക് ഇത് രണ്ടുമാണ് ആവശ്യം. ഈ ഡയറൈറ്റും നമുക്ക് 14 അയണും കൂടെ കിട്ടി കേട്ടോ. അപ്പൊ മിക്കവാറും ഇന്ന് തന്നെ നമുക്ക് അയൺ സ്യൂട്ടിലോട്ട് ആവാൻ പറ്റുമെന്ന് തോന്നണം. ആവാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. ഡയറൈറ്റും ഗ്രാനൈറ്റും 21ഉം 19ഉം വെച്ച് കിട്ടി. അപ്പൊ നമുക്കിനി ഇതുപോലെ സ്ലാബ് ഉണ്ടാക്കി അപ്പുറത്തെ സൈഡും കൂടെ വയ്ക്കാം. അയണൊന്ന് കരിക്കാൻ കിട്ടും. ഇതും കൂടെ വച്ചിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കണം, പിക്കാസ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും കൂടെ വെച്ച് പോവാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ച് മണ്ടയിൽ വെക്കാം. അത് ആദ്യം നമുക്ക് ഇത് വെച്ച് പോയിട്ട് സെറ്റാക്കാം. നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കണം കേട്ടാ, കാരണം മൊത്തം ഞാൻ ഫോളോ ആക്കി വെച്ചേക്കുന്നു. ഇവിടെ രണ്ടിടത്ത് ഞാൻ ആവശ്യമില്ലാതെ എന്റെ സ്ലാബ് എടുത്ത് വെച്ചേക്കും. നമുക്കൊരു പിക്കാസ് ഉണ്ടാകും. നിങ്ങൾ ഇപ്പൊ അയൺ പിക്കാസ് ഉണ്ടാക്കിയപ്പോ ഒരു അയൺ ഉണ്ടല്ലോ, ഞാൻ പറയും പറ്റൂല. നമുക്ക് സാധാരണ ഒരു 1 ബ്ലോക്കിൽ എന്ന് പറയുമ്പോ ഈ ഡേറ്റ ഒക്കെ ഭയങ്കര വാല്യൂബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ നമ്മളെ ഈ 1 ബ്ലോക്കിൽ അത് ആവശ്യമില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ് കിട്ടും. അതാണ് ഈ 1 ബ്ലോക്കിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഡേറ്റ് കളഞ്ഞു പോയാലും കുഴപ്പമില്ല, കൈ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ട, ഇത് ഈ ഞാൻ പറഞ്ഞില്ല, ഈ ബട്ടന്റെ പ്രശ്നമാണ്. ഞാൻ ബട്ടൺ പെതുക്കണത് മാറിപ്പോണേ. അതായത് ബ്ലോക്ക് വയ്ക്കണതിന് വേറെ ബട്ടൺ, പൊട്ടിക്കണതിന് വേറെ ബട്ടൺ. ഞാൻ പണ്ട് കളിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പൊ ഇത് കളിക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ കുറച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഈ പ്ലാറ്റ്ഫോം കാണാൻ നല്ല രസമില്ലേ? കണ്ടോ, ഇതും കാണാൻ നല്ല രസമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതും കൂടെ ഇത്രയും കൂടെ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് ഇത് കുറച്ച് അങ്ങോട്ട് നീക്കാം.
ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇവിടെ വയ്ക്കാം. കുറച്ച് പൊങ്ങിയിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മളെ ആവശ്യം നടക്കാം. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് അതിനകത്ത് തട്ടാം. ഓക്കെ, നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ വയ്ക്കും? തൽക്കാലത്തേക്ക് ഇതിന്റെ അടുത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് പോയി ക്രാഫ്റ്റ് ചെയ്തിരുന്നാ മതി. കുറച്ച് ഡയറോയിഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആക്കായിരുന്നു. ഒരു 6 കൂടെ കിട്ടും. ഇത് മാറ്റും കേട്ടോ, ഇത് തൽക്കാലത്തേക്ക് വെച്ചാൽ നമുക്ക്, കാരണം നമുക്ക് ഇങ്ങോട്ട് വേറെ ഡിസൈൻ വയ്ക്കാം. ലൈറ്റ് ഇവിടെ വെച്ചേക്കാം. അതീ മണ്ടേക്കാം, ഒക്കെ കുഴപ്പമില്ല. അയൺ വെച്ച് നമുക്ക് ഹെൽമറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു പാന്റ്, പിന്നെ ഉള്ളതില് പിക്കാസും ഉണ്ടാക്കാം, ഒരു ആക്സും ഉണ്ടാക്കാം. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ എല്ലാം സെറ്റ് ആയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഏതാണ്ട് ലെഗിൻസ്. അയ്യോ, ഡ്രോപ്പായി. എപ്പിസോഡ് തന്നെ അയൺ ആർമർ. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ ഫുൾ അയൺ ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ മൊന്നൂസേ? ഇങ്ങനത്തെ സ്കൈ ബ്ലോക്ക് 1 ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സെറ്റായിട്ട് പെട്ടെന്ന് നമുക്ക് അയൺ ആർമറിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും പോയി. ഞാൻ ഓഫ്ലൈനായിട്ട് കുറെ മൈൻ ചെയ്ത് വെച്ചേക്കാം. ആ ബ്ലോക്കും സ്റ്റോണിൻ്റെതും ഈ വുഡിന്റെ ഒക്കെ. നമുക്ക് ഇനി ഇഷ്ടം പോലെ ബ്ലോക്കുകൾ നോക്കാണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടോ. 9x9 ഒരു ചങ്ക് ഫുള്ളും 1 ബ്ലോക്കുകളാണ്. അതോ അവിടെ കിടക്കണ്ട. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ ഓക്കെ, ബൈ.